أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي يسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله العلي العظيم. കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ഈ റജബ് മാസത്തിലെ അനുഗ്രഹീതമായ വെള്ളിയാഴ്ച സുദിനത്തിൽ അല്ലാഹുവിന്റെ പരിപാവനമായ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫ് സ്വാലിഹീങ്ങളോടുകൂടി ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ സർവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും ഓർമ്മകൾ അയവിറക്കുന്ന ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യാത്ര പുറപ്പെടുവാനുള്ള കാരണവും അതോടൊപ്പം ഉണ്ടായ സംഭവ വികാസങ്ങളെ പറ്റി എല്ലാം നമ്മൾ കഴിഞ്ഞയാഴ്ച ചർച്ച ചെയ്തു. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറകനാ ഹൗല. ചുറ്റുപാടും ബറക്കത്തിനാൽ അലങ്കരിക്കപ്പെട്ട പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക്, മസ്ജിദുൽ ഹറമിൽ നിന്ന് അല്ലാഹുവിന്റെ അടിമയെ പ്രയാണം നടത്തിയ, നിശാപ്രയാണം നടത്തിയ അല്ലാഹു പരിശുദ്ധനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്റാ എന്ന പദം രാപ്രയാണത്തെ സൂചിപ്പിക്കുന്നതാണ്. അസ്റാ, യുസ്രി, ഇസ്റാ. അറബി വ്യാകരണം അറിയുന്നവർക്ക്, ഗ്രാമർ അറിയുന്നവർക്ക് മനസ്സിലാകും. 5 സ്ഥലങ്ങളിലാണ് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഹൂദിൽ കാണാം, മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തുന്ന സ്ഥലത്ത് ഫഅസ്രി ബിഅഹ്ലിക ബിഖിത്അൻ മിനൽ ലൈലി, രാത്രി സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്ന സ്ഥലത്ത് ഈ പദം അല്ലാഹു തആല ഉപയോഗിച്ചതായിട്ട് കാണാം. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്ന സ്ഥലത്ത് ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സൂറത്തു ത്വാഹയുടെ 71-ാമത്തെ വചനത്തിൽ കാണാം, വലഖദ് ഔഹൈനാ ഇലാ മൂസ അൻ അസ്രി ബിഇബാദി. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇസ്റാ എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം അവിടെയും നടത്തിയതായി കാണാം. അതേപോലെ തന്നെ സൂറത്തു ദുഖാനിൽ കാണാം, ഫഅസ്രി ബിഇബാദി ലൈലൻ ഇന്നകും മുത്തബഊൻ. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് രാത്രിയായിരുന്നു ആ യാത്ര നടന്നത് എന്ന് തന്നെയാണ്. രാത്രിയുടെ കുറഞ്ഞ സമയം അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്റാ എന്ന പദത്തോടൊപ്പം തന്നെ വീണ്ടും ലൈലൻ എന്ന പദത്തെ ആവർത്തിച്ചത് എന്ന് അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ പദങ്ങളും എടുത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇസ്റാ എന്ന് പറയുന്നത്.
ഇനി അതിൽ വേറെ ഒരു പദം കാണാം, അബ്ദ് എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലാഹു തആല ഉപയോഗിച്ചു. അടിമ എന്ന് പറയുന്നത്, നമ്മൾ ആരും അടിമ എന്ന് പറയാൻ ഇഷ്ടപ്പെടാറില്ല. നമ്മൾ ഒരാളുടെ അടിമയാണ് എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുന്നത് അതൊരു മോശമല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയാണ് അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉബൂദിയ്യത്തിനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടത്. അള്ളാഹുവിന്റെ അടിമ എന്ന് പറയാൻ അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ റസൂല് മടി കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കാരണം the perfect worship നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തികഞ്ഞ ഒരു ആരാധനയായിരുന്നു അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നടത്തിയത്. തികഞ്ഞ ഒരു അടിമയായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഏറ്റവും അല്ലാഹുവിന്റെ റസൂലിനെ നൽകിയ അനുഗ്രഹം വിശുദ്ധമായ ഖുർആനാണ്. അതുകൊണ്ട് തന്നെയാണ് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഓതാറുള്ള അൽ കഹ്ഫിന്റെ തുടക്കത്തിൽ ഖുർആൻ അല്ലാഹു തആല നബി തങ്ങൾക്ക് നൽകിയ ആ അനുഗ്രഹത്തെ പറ്റി പറഞ്ഞ സ്ഥലത്തും റസൂൽ എന്നല്ല പറഞ്ഞത്, അബ്ദ് അടിമ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അടിമ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കാര്യമാണ്. സൂറത്തു ദാരിയാത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വിശുദ്ധമായ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹു തആല അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി എന്നാണ്. എന്താണ് അഖ്സ എന്ന് പറയുന്ന പദം പ്രിയപ്പെട്ടവരെ? അഖ്സ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം വിദൂരത്ത് എന്നുള്ളതാണ്, വിദൂരം എന്നാണ്. കാരണം വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. നമ്മുടെ യാസീൻ സൂറത്ത് ഓതാറുണ്ട്. അതിന്റെ അർത്ഥം എത്ര ആളുകൾക്കറിയാം? വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. ഒരു നാട്ടിൽ പ്രശ്നം നടക്കുമ്പോ, അന്താകിയ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രശ്നം നടക്കുന്ന സ്ഥലത്ത് വിദൂര ദിക്കിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ ഇറങ്ങി വന്നു എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുമ്പോ അവിടെ അഖ്സ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് നടത്തുന്നത്. കാരണം വിദൂരത്തായിരുന്നു. മക്കയിൽ നിന്ന് 1600 കിലോമീറ്റർ ദൂരത്താണ് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുള്ളത്. അതിന്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ട് പ്രിയപ്പെട്ടവരെ. ബഹുമാനപ്പെട്ട ഇമാം നസായിയെ പോലെയുള്ള മഹാത്മാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്നു ഖുസൈമ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ 2-ാം വാല്യം 288-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ഇമാം ബൈഹഖി അവിടുത്തെ സുനനുൽ കുബ്രയിലും ഇമാം നസായി അവിടുത്തെ ഗ്രന്ഥത്തിന്റെ 2-ാം വാല്യം 34-ാമത്തെ പേജിലെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. ആരാണ് പരിശുദ്ധമായ പള്ളി പണിതതെന്നറിയുമോ? തുടക്കം കുറിച്ചത് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ. അവിടുന്ന് ഫത്ഹുൽ ബാരിയിൽ പഠിപ്പിക്കുന്നുണ്ട്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ പണി തുടങ്ങി വെച്ചത്. പിന്നീട് അതിനുശേഷം മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് അത് പൂർത്തിയാക്കിയത്. കാരണം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതിന് മുമ്പ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തതിനെ പറ്റിയിട്ട് ഹദീസുകളിൽ കാണാവുന്നതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തത് സുലൈമാൻ നബി അലൈഹി സ്വലാം തന്റെ മകനായ സുലൈമാനെ കൊണ്ട് ആ പള്ളിയുടെ പണി പൂർത്തീകരിക്കപ്പെടുമെന്നാണ്. അങ്ങനെ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ആ പരിശുദ്ധമായ പള്ളിയുടെ പണിയെന്ന് പൂർത്തീകരിച്ച സമയത്ത് ബഹുമാനപ്പെട്ട സുലൈമാൻ അലൈഹിസ്സലാം അല്ലാഹുവിനോട് 3 കാര്യങ്ങളാണ് ദുആ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മക്കയുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കും, മദീനയുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കും. പക്ഷേ മസ്ജിദുൽ അഖ്സയുടെ പ്രത്യേകത പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. ആ പള്ളിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. പള്ളി പണിതിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് ദുആരക്കുകയാണ്. അല്ലാഹുവേ, ഒന്നാമതായിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം ദുആ ചെയ്തത്, പടച്ചവനെ സത്യസന്ധമായ വിധികർത്തൃത്വ ശേഷി എനിക്ക് നൽകണേ റഹ്മാനേ
എന്ത് കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും സത്യസന്ധമായിട്ടുള്ള ഒരു നിലപാട് പറയാൻ, സത്യസന്ധമായിട്ട് അതിന് വിധി നടത്താൻ എനിക്ക് തൗഫീഖ് ചെയ്യണേ എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമതായി ദുആ ചെയ്യുകയാണ്. രണ്ടാമതായിട്ട് ലോകത്താർക്കും കൊടുക്കാത്ത സമുന്നതമായ രാജാധിപത്യം, ആർക്കും ഇതുവരെ നൽകിയിട്ടില്ലാത്ത അത്രയും വലിയ പദവി എല്ലാം അല്ലാഹു കൊടുത്തു. കാറ്റിനെ വരെ വഴിപ്പെടുത്തി കൊടുത്തു. ജിന്നും ഇൻസും എല്ലാം അല്ലാഹു തആല കൊടുത്തു. ലോകത്തെ വലിയ സമ്പന്നനായി സോളമൻ എന്ന പേരിൽ അറിയപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മാറുകയാണ്. മൂന്നാമതായിട്ട് അല്ലാഹുവിനോട് ചോദിച്ചത്, ഈ പള്ളിയിൽ ആത്മാർത്ഥമായിട്ട് ആരാണോ വന്ന് നമസ്കരിക്കുന്നത് അവർക്ക് നീ പാപമോചനം നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇതിൽ രണ്ട് കാര്യം അല്ലാഹു തആല സ്വീകരിച്ചു, മൂന്നാമത്തെ കാര്യം സ്വീകരിച്ചു എന്നതിനെ പറ്റി ഞാൻ പ്രത്യാശിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇമാം ബൈഹഖി അവിടുത്തെ സുനനുൽ കുബ്രയിൽ രേഖപ്പെടുത്തുകയാണ്. ഹാഫിദ് ഉമൈർ റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, പ്രിയപ്പെട്ടവരെ, 40 വർഷം ഇടവേളയായിരുന്നു പരിശുദ്ധമായ മക്കത്തുൽ മുകറമയിലെ കഅബാലയും മസ്ജിദുൽ ഹറമും അതേപോലെ തന്നെ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയും തമ്മിലുള്ള വ്യത്യാസം. ആ പള്ളിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തുഹ്ഫയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിന്റെ 3-ാം വാള്യം 466-ാമത്തെ പേജിൽ കാണാം, 1000 ഇരട്ടി പ്രതിഫലമാണ് ആ പള്ളിയിൽ ചെന്ന് ഒരാൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ, മസ്ജിദുൽ അഖ്സയിൽ ചെന്ന് ഒരാൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം മറ്റൊരു പള്ളിയിലും കിട്ടാത്ത 1000 പ്രതിഫലമാണ്. അപ്പോ ഒരു വഖത്ത് നമസ്കരിച്ചാൽ എത്രയാണ് പ്രതിഫലം സഹോദരങ്ങളെ? ഒരു റക്അത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലമാണ് ഈ പറഞ്ഞത്. അപ്പോ ഒരു ദിവസം നിസ്കരിച്ചാൽ എത്ര പ്രതിഫലമാണ് കിട്ടുന്നത്? അല്ലാഹു തആല ഒരുപാട് ആദരിച്ച പള്ളിയാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധമായ ഖുർആനിൽ ആ പള്ളിയെ പറ്റി പറയുന്ന സ്ഥലത്തൊക്കെ അല്ലാഹു പറയുന്നത് ബാറകനാ ഹൗല, ചുറ്റുപാടും ബറക്കത്തിനാൽ ചുറ്റപ്പെട്ട. ഇമാം ഖുർതുബി അവിടുത്തെ തഫ്സീറുൽ ഖുർതുബിയുടെ 10-ാം വാള്യം 139-ാമത്തെ പേജിൽ പറയുന്നുണ്ട് എന്താണ് ചുറ്റുപാടും ബറക്കത്ത് എന്ന് പറഞ്ഞത് എന്നതിനെ പറ്റി. അതിന്റെ ചുറ്റുപാടും അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പഴവർഗ്ഗങ്ങൾ സൃഷ്ടിച്ചു. ധാരാളം കൃഷി ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അത് മാത്രമല്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും മറവിട്ട് കിടക്കുന്ന സ്ഥലമാണ് പരിശുദ്ധമായ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ്. അതുകൊണ്ട് തന്നെ ആ പള്ളിയെ പറ്റി അല്ലാഹു പറഞ്ഞ സ്ഥലത്തൊക്കെ കാണാം അർളുൽ മുഖദ്ദസ് എന്നുള്ള പ്രയോഗം അല്ലാഹു തആല നടത്തിയതായി കാണാം. അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ കാണാം അർളുൽ മുബാറക എന്നുള്ള പദം. 6ഓളം സ്ഥലങ്ങളിലാണ് അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ ഈ പദം ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, ആ പുണ്യഭൂമിയിലേക്ക് ആകാശത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവിടെ ഒന്ന് കൊണ്ടുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യിപ്പിച്ചത്. ആ യാത്രക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഹാഫിദ് ഇബ്നു നുഐമിനെ പോലെയുള്ള മഹാത്മാക്കളിൽ നിന്ന് ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തഫ്സീറുൽ കബീർ അവിടുന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ ഇസ്രായിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന മഹാനവറുകൾ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിഹിയത്തുൽ കൽബി എന്ന് പറയുന്ന ഒരു സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിലേക്ക് അയക്കുകയാണ്. ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയാണ് ദിഹിയത്തുൽ കൽബി എന്ന് പറയുന്ന സഹാബി അങ്ങോട്ട് ചെല്ലുന്നത്. സീസർ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം ദിഹിയത്തുൽ ഖൽബി ചെന്ന് അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പരിചയപ്പെടുത്തിയപ്പോ അബൂ സുഫിയാൻ കച്ചവടവുമായിട്ട് അങ്ങോട്ട് കടന്നു വന്നപ്പോ അബൂ സുഫിയാനോട് ചോദിച്ചു, നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടല്ലോ, അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള വിവരണം എനിക്ക് നൽകണം. അബൂ സുഫിയാൻ
തന്റെ ശത്രുവായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി എന്തു പറയണമെന്നറിയാതെ അദ്ദേഹം വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് സത്യം പറയാതെ നിർവാഹമില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കാരണം മക്കയിലെ മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും യാത്ര കെട്ടുകഥയാണെന്ന് പറഞ്ഞവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് പറഞ്ഞു, മുഹമ്മദ് കള്ളം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്. ആകാശത്ത് പോയി വന്നു എന്ന്, പലസ്തീനിൽ പോയി വന്നു എന്ന്, ഒറ്റ രാത്രി കൊണ്ട് പോയി വന്നു എന്ന് അദ്ദേഹം കളവ് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഈ സംഭവം വിവരിക്കുന്ന സമയത്ത് ഇന്ന ദിവസമാണെന്ന് പറയുമ്പോ അവിടെ ഉണ്ടായിരുന്ന പാത്രിയാർക്കീസുമാര്, മതപ്രബോധകരായ വേദഗ്രന്ഥം പഠിച്ച പാതിരിമാർ അവിടെ ഉണ്ടായിരുന്നു. ജെറുസലേമിലെ ദേവാലയത്തിൽ ശുശ്രൂഷ നടത്തിയിരുന്ന, ഹാദിമായി പ്രവർത്തിച്ചിരുന്ന ഒരു പാത്രിയാർക്കീസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കാരണം ആ ദിവസത്തിൽ പലസ്തീനിലെ ആ ദേവാലയത്തില് എല്ലാ ദിവസവും അതിന്റെ മുമ്പിലുള്ള ഗേറ്റ് അടക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുമ്പോ അന്നത്തെ ദിവസം, ആ സംഭവം നടന്ന ദിവസം ഞങ്ങൾ അന്ന് ഗേറ്റ് അടക്കാൻ ശ്രമിക്കുമ്പോൾ കഴിയുമായിരുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷെ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം വന്നുകൊണ്ട് ആ ഗേറ്റ് ഞങ്ങൾ അടച്ചു, അതിന്റെ കവാടം അടച്ചു. അപ്പൊ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ അവിടെ ഒരു ആ പാറയിൽ, മൃഗങ്ങളെ കെട്ടാൻ ഉപയോഗിക്കാറുള്ള ആ പാറയിൽ ഒരു അടയാളം കണ്ടു. ഏതോ ഒരു മൃഗത്തെ ബന്ധിച്ചതിന്റെ അടയാളം കണ്ടു എന്ന് പാത്രിയാർക്കീസ് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ ഇബ്നു നഈം റളിയല്ലാഹു അൻഹുവിൽ നിന്നുകൊണ്ടുള്ള അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടപ്പോ, ഇത് പറഞ്ഞപ്പോ സീസർ രാജാവ് പോലും അത് വിശ്വസിച്ചു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ചരിത്രം സുദീർഘമാണ്. നമ്മൾ ഇസ്രായേലിനെ പറ്റി പഠിക്കുമ്പോ, മിഅ്റാജിനെ പറ്റി പഠിക്കുമ്പോ വസ്തുനിഷ്ഠമായ പ്രാമാണികമായ രൂപത്തിൽ പഠിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് പല ആളുകളും പല രൂപത്തിലുമാണ് അത് പ്രചരിപ്പിക്കുന്നത്. ഇറ്റാലിയൻ സാഹിത്യകാരനായ ഡാന്റെ അൽഗീരി അദ്ദേഹത്തിന്റെ ദ ഡിവൈൻ കോമഡി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ അദ്ദേഹം അതിന്റെ ഇതിവൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്രായിലിന്റെയും മിഅ്റാജിന്റെയും ചരിത്രമാണ്. ദ ഡിവൈൻ കോമഡി, അത് കിളിമാനൂരിലുള്ള ഒരു മലയാളിയായ സാഹിത്യകാരൻ അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥം മലയാളത്തിലേക്ക് പരിഭാഷ നടത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരപ്പോ ഇസ്രാവും മിഅ്റാജും അത് പലരും പല രൂപത്തിലും വളച്ചൊടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതോ ഒരു ചരിത്രവും, ഇപ്പൊ ഞാൻ ഇന്ന് പറയുന്നതാപോലെ ചിലപ്പോ നാളെ നിങ്ങൾ കേട്ട് വേറെ ആളോട് പറയുന്നത് ചിലപ്പോ വേറെ രൂപത്തിലായിരിക്കും അത് പറയാ. അപ്പോ കാരണം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുമ്പോൾ പകുതി ചിലപ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പകുതി ചിലപ്പോൾ കൂടും. ഇതേപോലെയാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ ഇസ്രായിലിന്റെയും മിഅ്റാജിന്റെയും പേരിൽ ഒരുപാട് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാതെ യഥാർത്ഥത്തിലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്താണ് ഈ ഇസ്രായിലിന്റെയും മിഅ്റാജിന്റെയും സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു ആരാണെന്ന് മനസ്സിലാക്കാൻ ഇതിനേക്കാളും വലിയ ഒരു തെളിവ് വേറെയില്ല സഹോദരങ്ങളെ. ശാസ്ത്രം ഇന്ന് ഒരുപാട് വളരുന്ന ഈ കാലഘട്ടത്തിൽ നോബൽ സമ്മാന ജേതാവായ റോജർ പെൻറോസ് പോലും പറഞ്ഞത്, ഇന്ന് ശാസ്ത്രം എവിടെയും എത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് our present understanding incomplete എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്ന പല സത്യങ്ങളും, പുതിയ കാലത്തെ പഠനങ്ങൾ അത് പൂർണ്ണമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് ലോജിക്കലി അൺഫ്ലോഡ്, അത് യുക്തിഭദ്രമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശാസ്ത്രം ഇന്ന് കണ്ടെത്തുന്ന പല കാര്യങ്ങളും യുക്തിഭദ്രമല്ല, വെൽ മിസ്റ്റീരിയസ്, അത് ഇനിയും ഒരുപാട് രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിയാനുണ്ട് എന്ന് റോജർ പെൻറോസ്, അദ്ദേഹം സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിൻസിനോടൊപ്പം നോബൽ സമ്മാനം പങ്കിട്ട വ്യക്തിയാണ്. അദ്ദേഹം പോലും പറയുന്നത് ശാസ്ത്രം ഇന്ന് എവിടെയും എത്തിയിട്ടില്ല എന്നാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലുണ്ടായ തീപിടുത്തം, കാലിഫോർണിയയിലുണ്ടായ തീപിടുത്തം, അതല്ലേ സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നത്. സ്പേസ് ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന അതിന്റെ ഏറ്റവും തലപ്പത്തുള്ള മാസ്ക് അദ്ദേഹത്തിന്റെ 400 മില്യൺ വിലയുള്ള വീട് കത്തി നശിച്ചിട്ട് ടെസ്ല എന്ന് പറയുന്ന ഡ്രൈവർ ഇല്ലാത്ത കാർ ഉണ്ടാക്കുന്ന കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ഗ്രഹങ്ങളിലേക്ക്, ചന്ദ്രനിലേക്കും അതുപോലെ മറ്റുള്ള ഗ്രഹങ്ങളിലേക്കും
പ്രത്യേകമായ പേടകങ്ങൾ ഉണ്ടാക്കി വിടുന്ന ഇലോൺ മസ്ക് അദ്ദേഹത്തിന്റെ പോലും അദ്ദേഹത്തിന്റെ 400 ബില്യൺ വിലയുള്ള അദ്ദേഹത്തിന്റെ വീടിനെ കാത്തുരക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ മനുഷ്യൻ എത്രമാത്രം എവിടെ കണ്ടുപിടുത്തത്തിൽ എത്രമാത്രം ഉന്നതിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യന് അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്നുമല്ല, പ്രകൃതിയുടെ വികൃതിക്ക് മുമ്പിൽ ഒന്നുമല്ല എന്നാണ് ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള സംഭവങ്ങളിൽ നമ്മൾ ആഹ്ലാദ തിമിർപ്പ് നടത്താതെ അതിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഖേദിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി നമ്മളൊക്കെ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തഖ്വ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്രാഈലിന്റെയും മിറാജിന്റെയും വിഷയം എന്ന് പറയുന്നത് അത് ചുരുക്കി ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കേണ്ടതല്ല. ഒരുപാട് വസ്തുതകൾ നമുക്ക് അതിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാവുന്നതുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സമയമില്ല എന്നുള്ളൊരു പ്രശ്നമാണ്, കുറഞ്ഞ സമയമേ ഉള്ളൂ. ആ സമയത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിജയം. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞു നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഓരോ ആഴ്ചകളിൽ ആവർത്തിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.